ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടീത്തിനെ പറ്റിയാണ്, പല്ലുകളെ പറ്റിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല്ലുകളെ പറ്റി. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ SSCക്കും RRBക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ആ പല്ലല്ലേ, അതത്ര വേണ്ടല്ലോ. എനിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വരെ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നമ്മളൊന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് കാണേണ്ട. പല്ലിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഏത് ടോപ്പിക്കിനെ പറ്റി പഠിക്കുകയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ പാറ്റേൺ എവിടെയും ഫോളോ ചെയ്യണം. പല്ലിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഓഡന്റോളജി എന്ന് പറയുന്നു. പല്ലിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്താണ് പറയുന്നത്, ഓഡന്റോളജി എന്ന് പറയുന്നു. ഓഡന്റോളജി എന്ന് പറയുന്നത് എന്തിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ന് SSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സോ സ്റ്റഡി ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ഓഡന്റോളജിയാണ്. പല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്, പല്ല് എന്ന് പറയുന്ന നമ്മൾ ഒരുപക്ഷെ പുറത്തുള്ള വെള്ള മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും ടെക്നിക്കലി സ്പീക്കിംഗ് പല്ല് എന്ന് പറയുന്ന അതിനുള്ളിലോട്ടും എന്തുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ പ്രസൻ്റ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ പല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് 4 തരത്തിലുള്ള വ്യത്യസ്തമായ ടിഷ്യൂസ് കൊണ്ടാണ്. 4 തരത്തിലുള്ള വ്യത്യസ്തമായ ടിഷ്യൂസ് കൊണ്ടാണ്. ആദ്യത്തേത് ഇനാമലാണ്. നമ്മൾ ഈ പുറംഭാഗത്ത് കാണുന്ന വെള്ള നിറത്തിലുള്ള ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനാമൽ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വരുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൻഡീൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന അതിനുള്ളിൽ വരുന്ന ആ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡെൻഡീൻ എന്ന് പറയുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു പോർഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമെന്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇതിനെ ബേസ് ചെയ്തൊന്നും ചോദ്യങ്ങൾ കണ്ടില്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ഇനാമൽ എന്താണെന്ന് മനസ്സിലായി, ഡെൻഡീൻ എന്താണെന്ന് മനസ്സിലായി, ദെൻ സിമെന്റം എന്താണെന്ന് മനസ്സിലായി, ആൻഡ് ഫൈനലി പൾപ്പ് എന്ന് പറയുന്നത്. ഈ പൾപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് പല്ലിലേക്ക് വരുന്ന നെർവുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വരുന്നത്. എവിടെയാണ് വരുന്നത്, പൾപ്പിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം നിറഞ്ഞത് ഇനാമൽ തന്നെയാണ്. പല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആ വെള്ള ഭാഗം, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറയുന്ന ഇനാമൽ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ 4 തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ 4 ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 ഇനാമലാണ്, 2 ഡെൻഡീനാണ്, 3ാമത്തേത് സിമെന്റമാണ്, 4ാമത്തേത് പൾപ്പാണ്. ഈ പൾപ്പിലാണ് എന്തെല്ലാം കാണുന്നത്, പല്ലിലേക്ക് വരുന്ന നെർവുകളും ബാക്കി കാര്യങ്ങളും എല്ലാം കാണുന്നത് ഈ പൾപ്പിലാണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ആകെ ഒരൊറ്റ എക്സ്ട്രാ പോയിന്റ് പിടിച്ചുള്ള എന്തായിരുന്നു, പല്ലിനെ പറ്റിയുള്ള പഠനം ഓഡന്റോളജി എന്നും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇനാമലിനെ പറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഈ വെള്ള ഭാഗം, പല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ വിശ്വസിക്കുന്ന ഈ വെള്ള ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനാമലാണ് എന്തെന്ന് പറയുന്നത്, ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, ഏറ്റവും കാഠിന്യമേറിയ മനുഷ്യ ശരീരത്തിലെ വസ്തുവാണ് ഏതെന്ന് പറയുന്നത്, ഇനാമൽ എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ചോദിച്ച് പഴകിയൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റിൽ എ ക്ലാസിക് ക്വസ്റ്റ്യൻ. സോ വീണ്ടും എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇതിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഇനാമലിൻ്റെ പ്രധാനമായുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്, അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഏതാണ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ, ചോദിച്ചേക്കാം, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ തന്നെ ഇനാമലിനെ ആരോഗ്യപരമായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ പല്ലിൻ്റെ കേടുപാടുകളെല്ലാം തടയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത്. ഫ്ലൂറൈഡ്സിന് എന്തിനുള്ള കഴിവുണ്ട്, ഫ്ലൂറൈഡ്സ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് കീപ്സ് ഇനാമൽ ഹെൽത്തി ആൻഡ് പ്രിവെൻറ്റ്സ് ടൂത്ത് ഡീക്കേ. ടൂത്ത് ഡീക്കേ പ്രിവെൻറ്റ് ചെയ്യാനും ഇനാമലിനെ ആരോഗ്യപരമായും സൂക്ഷിക്കുന്ന കോമ്പൗണ്ടാണ് ഏതെന്ന് പറയുന്നത്, ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂറൈഡ്സിന് ഇത്തരത്തിലുള്ളൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റുകളിലെ, നമ്മളെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റുകളിലെ ഒരു വൺ ഓഫ് ദി മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ്, ശരീരത്തിലെ ഏറ്റവും ശക്തിയേറിയ കാഠിന്യമേറിയ വസ്തു എന്ന് പറയുന്നത് പല്ലിൻ്റെ ഇനാമലാണ്. അതുണ്ടാക്കാൻ പ്രധാനമായും അതിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ലിൽ ഇനാമലിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നിലനിൽപ്പിനും അതുപോലെ തന്നെ പല്ല് വേദനകളും പല്ല് ഡീക്കയും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റുകൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് ഇതെന്ന് പറയുന്നത്, കാൽഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ പറയാതിരുന്നത് ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്, ഇത്രയും ഭാഗത്ത് താഴോട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് കനാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇനാമലിനെ പറ്റി ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഡെൻഡീനും സിമെന്റും പൾപ്പും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലും വെക്കുക. ഇനാമലിനെ പറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രധാനമായും അറിയേണ്ടത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ എത്ര ടൈപ്പ് ടീത്തുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പല്ലിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളിൽ ചെറിയ പോടുകളും ചെറിയ ഹോളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, ഡെന്റൽ അമാൽഗം എന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പണി തരാം. ഈ അമാൽഗം എന്ന് പറയുന്നത് ഏതോ ഒരു മെറ്റലിലൂടെ കൂടുമ്പോഴാണ് എന്ന് പറഞ്ഞ് കെമിസ്ട്രി ക്ലാസ്
ക്ലാസ്സിൽ യൂട്യൂബിലെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മെറ്റലാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. സോ ഫില്ലിങ്സിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡെൻ്റൽ അമാൽഗം ആണ്. അമാൽഗം ഏത് മെറ്റലിലൂടെ വരുമ്പോഴാണ്, ഏതോ ഒരു മെറ്റലിലൂടെ ഏത് മെറ്റൽ വന്നാലും നമ്മൾ എന്തെന്ന് പറയും, അതിനെ അമാൽഗം എന്ന് പറയുമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. ഇനി നമ്മൾ പല്ലുകളെ പറ്റി നോക്കുന്ന സമയത്ത് പ്രധാനമായും 2 തരത്തിലുള്ള പല്ലുകളാണ് എല്ലാ മനുഷ്യരിലും വരിക. 2 തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ 2 സ്റ്റേജസിൽ വരുന്ന പല്ലുകൾ. 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, 2 സ്റ്റേജസിൽ വരുന്ന പല്ലുകൾ. അതിലാദ്യം ഒരു കുഞ്ഞ് ജനിച്ച് ഏകദേശം 7 മാസം ആകുമ്പോൾ അവന് വരുന്ന പല്ലുകളെ അല്ലെങ്കിൽ അവൾക്ക് വരുന്ന പല്ലുകളെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ല് എന്ന് വിളിക്കാറുള്ളത്. ഒരു കുട്ടി ജനിച്ച് ഏകദേശം 7 മാസമാകുമ്പോൾ ആ കുട്ടിക്ക് വരുന്ന പല്ലുകളെ നമ്മൾ പാൽപ്പല്ല് എന്ന് വിളിക്കും. അവയുടെ എണ്ണം എത്രയാണ്? അത് 20 എണ്ണമാണ് ഉണ്ടാവുക. എത്ര ഉണ്ടാവും? 20 എണ്ണം ഉണ്ടാവും. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രായപൂർത്തിയൊക്കെ ആവുന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്കും, പ്രായപൂർത്തി എന്നാവേണ്ട അതിന് മുമ്പ് തന്നെ വന്നു തുടങ്ങും. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ടീത്താണ് പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ നമ്മൾ അഡൾട്ട് ടീത്ത് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ അഡൾട്ട് ടീത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? അടിച്ച് 32 കൊല്ലം താഴെയിട്ടതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ 32 പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ അഡൾട്ട് ടീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്? ടൂത്ത് ഡീക്കേക്ക് കാരണമാകുന്ന, പല്ലിൻ്റെ കേടുപാടുകൾക്ക് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഡെൻ്റൽ അമാൽഗമാണ് നമ്മൾ പല്ലിൽ പോടൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏത് മെറ്റലിൻ്റെ ഒപ്പം ഉള്ളതാണെന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. മിൽക്ക് ടീത്ത് എന്ന് പറയുന്ന പാൽപ്പല്ല് വരുന്നത് ഏകദേശം 7 മാസം ആകുമ്പോഴാണ്. അത് 20 എണ്ണം ഉണ്ടാവും. പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ അഡൾട്ട് ടീത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 32 എണ്ണമാണ്. ഇനി നമുക്ക് ഈ പെർമനൻറ്റ് ടീത്തിനെ പറ്റി പഠിക്കാം. കാരണം പെർമനൻറ്റ് ടീത്തിൽ 4 തരത്തിലുള്ള പല്ലുകളാണ് ഒരാൾക്ക് ഉണ്ടാവുക. 4 തരത്തിലുള്ള പല്ലുകളാണ് ഒരാൾക്ക് ഉണ്ടാവുക. അതിൽ ആദ്യത്തേത് ഇൻസിസേഴ്സ് ആണ്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന ആ 2 പല്ലുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ താഴെയുള്ളതിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. മുന്നിൽ കാണുന്ന 2 എണ്ണമല്ല, ഈ 4 എണ്ണം. ഇതും 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 4 താഴെയും അതുപോലെ 1 2 3 4 ഈ 4 ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ഇൻസിസേഴ്സിൻ്റെ മലയാളം എന്താണ്? ഉളിപ്പല്ല് എന്ന് നമ്മൾ പറയും. നമ്മുടെ മുന്നിൽ കാണുന്ന ഉളിപ്പല്ല് എന്ന് നമ്മൾ പറയും. അത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. രണ്ടാമത് വരുന്നത് കാനൈൻസ് ആണ്. കാനൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉളിപ്പല്ലിൻ്റെ തൊട്ടുപുറത്ത് കാണുന്ന ഇതും അതുപോലെ ഇതും അതുപോലെ ഇതും ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാനൈൻസ് എന്ന് പറയുന്നത്. കാനൈൻസ് എത്ര ഉണ്ട്? കാനൈൻസ് 4 എണ്ണം ഉണ്ട്. കാനൈൻസിൻ്റെ മലയാളം എന്താണ്? നമ്മൾ കോമ്പല്ല് എന്ന് പറയും അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്ക് തന്നെയാണ്. ഡ്രാക്കുളയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന, യക്ഷികൾക്കൊക്കെ നീണ്ടു നിൽക്കുന്ന കോമ്പല്ല് എന്ന് പറയും. അത് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. പിന്നെ പ്രീമോളാഴ്സ് എന്ന് പറയുന്നതാണ്. പ്രീമോളാഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി കാണാം. ദേ ഇതും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇതും എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് പ്രീമോളാഴ്സ് എന്ന് പറയുന്നത്. പ്രീമോളാഴ്സിൻ്റെ പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ. അഗ്രചർവണകം എന്ന് പറയും. അഗ്രചർവണകം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അഗ്രചർവണകം. ഞാൻ എഴുതി വെച്ചിട്ട് അതൊക്കെ പറയുന്നത്. എനിക്ക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഈ സാധനമൊക്കെ കേൾക്കുന്നത് മലയാളത്തിലുള്ളത്. എന്തായാലും പ്രീമോളാഴ്സ് എന്ന് പറയുന്നത് ഈ 8 എണ്ണം ഉണ്ട്. അതിൻ്റെ മലയാളം എന്താണ്? അഗ്രചർവണകമാണ്. അപ്പോൾ മോളേഴ്സ് എന്തായിരിക്കണം? മോളേഴ്സ് 12 എണ്ണം ഉണ്ട്. അതിൻ്റെ മലയാളം എന്താണ്? ചർവണകമാണ് വരുന്നത്. ഇതിലെ മോളാസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അണപ്പല്ല് എന്നൊക്കെ ഞങ്ങളിവിടെ പറയാറുണ്ട്. അത് തന്നെയാണ് എല്ലായിടത്തും പറയാമെന്ന് വിശ്വസിക്കുന്നു. മോളാസ് പറയുമ്പോൾ നമ്മൾ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ പല്ലുകൾ മേലെയും 6 താഴെയും 6 അല്ലേ? ഫസ്റ്റ് മോളാർ സെക്കൻഡ് മോളാർ തേർഡ് മോളാർ, ഫസ്റ്റ് മോളാർ സെക്കൻഡ് മോളാർ തേർഡ് മോളാർ, അങ്ങനെ 6 6 12 ഉണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പല്ലുകളുടെ പെർമനൻറ്റ് ടീത്തിലെ പല്ലുകളുടെ എണ്ണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്ന ഇൻസിസേഴ്സ് ഉണ്ട് അഥവാ ഉളിപ്പല്ല് 8 എണ്ണം ഉണ്ട്. കാനൈൻസ് ഉണ്ട് അഥവാ കോമ്പല്ല് 4 എണ്ണം ഉണ്ട്. പ്രീമോളാസ് അല്ലെങ്കിൽ അഗ്രചർവണകം 8 എണ്ണം ഉണ്ട്. മോളാസ് അല്ലെങ്കിൽ ചർവണകം 12 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും ഈ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേത് ഇൻസിസേഴ്സ് ആണ്. ഇൻസിസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഉളിപ്പല്ലാണ്. 4 ഇൻ ദ അപ്പർ ജോ, 4 ഇൻ ദ ലോവർ ജോ. മേലെയും 4 എണ്ണം താഴെയും 4 എണ്ണമായിട്ടാണ് എന്ത് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? മേലെയും 4 എണ്ണം അതുപോലെ തന്നെ താഴെയും 4 എണ്ണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര വസ്തുക്കൾ നമ്മൾ കടിച്ച് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? കട്ടിങ് ഫുഡ് ഇൻറ്റു സ്മോൾ ആൻഡ് ച്യൂവബിൾ പീസസ്. കടിച്ച് മുറിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു പേരയ്ക്ക് കടിക്കാനോ ഇല്ലെങ്കിൽ നമ്മളൊരു മാങ്ങ കടിക്കാനോ കടിച്ച് ചെറിയ പീസാക്കാൻ, അതായത് ഇതുകൊണ്ട് നമ്മൾ ചവയ്ക്കാറില്ല, പക്ഷേ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണ പദാർത്ഥത്തെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ? കട്ടിങ് ഫുഡ് ഇൻറ്റു സ്മോൾ ആൻഡ് ച്യൂവബിൾ പീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു മനുഷ്യന് എത്ര ഇൻസിസേഴ്സ് ഉണ്ട്? മേലെയും താഴെയുമായിട്ട് 8 എണ്ണം ഉണ്ട്. എണ്ണം ഓർത്തിരിക്കാതെ, എണ്ണം എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഭൂരിഭാഗവും ഇത്തരം പല്ലുകളുടെ എണ്ണമായിരുന്നു. രണ്ടാമത്തേത് കാനൈൻസ് അഥവാ കോമ്പല്ല്. മേലെ 2 എണ്ണം താഴെ 2 എണ്ണം, അപ്പർ ജോയിൽ 2 എണ്ണം ലോവർ ജോയിൽ 2 എണ്ണം. ഇത് പൊതുവെ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസിൽ കാണുന്നതെന്ന് പറയുന്നത്. അതായത് നോൺ വെജിറ്റേറിയൻ ആനിമൽസിൽ നമ്മളെപ്പോലെ എന്നല്ല, മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളിലാണ് എന്ത് ചെയ്യുന്നത്? പൊതുവെ കാനൈൻസ് കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. ടു ടിയർ ഫുഡ് സച്ച് ആസ് മീറ്റ്, ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ
കടിച്ചു വലിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പരിപാടിക്കുള്ളതാണ് ഇതെന്ന് പറയുന്നത് കാനൈൻസ് അഥവാ കോമ്പല്ല് എന്ന് പറയുന്നത്. എത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് 4 എണ്ണാണുള്ളത്. മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. 1 2 അതുപോലെ ഇവിടെ 3 ഇവിടെ 4 അങ്ങനെ 4 ഉണ്ട്. അപ്പോൾ മോളേഴ്സ് കഴിഞ്ഞു, കാനൈൻസ് കഴിഞ്ഞു, ഇനി എന്താണുള്ളത്? മോളേഴ്സ് അല്ല, നമ്മൾ ആദ്യം പഠിച്ച ഇൻസിസേഴ്സ് കഴിഞ്ഞു, കാനൈൻസ് കഴിഞ്ഞു, ഇനി എന്താ ഉള്ളത്? പ്രീ മോളാഴ്സ് ഉണ്ട്. പ്രീ മോളാർ എന്ന് പറയുന്നത് 8 എണ്ണാണുള്ളത്. മോളാറിന് മുമ്പ് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ മോളാർ എന്ന് പറയുന്നത്. മോളാറിന് മുമ്പ് വരുന്നതാണ് എന്ന് പറയുന്നത് പ്രീ മോളാർ എന്ന് പറയുന്നത്. 8 എണ്ണം, 2 2 4 2 2 4 അങ്ങനെ 4 4 എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 2 on each side of the jaw. 2 on each side of the jaw. ഇത് പ്രീമോളാർ ആണെങ്കിലും മോളാർ ആണെങ്കിലും അതിൻ്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ആഹാരം ചവച്ചരയ്ക്കുക എന്നുള്ളതാണ്. ആഹാരം ചവച്ചരയ്ക്കുക. പ്രീമോളാറിൻ്റെ ഫംഗ്ഷൻ ആയാലും മോളാറിൻ്റെ ഫംഗ്ഷൻ ആയാലും ചവച്ചരയ്ക്കാനുള്ളത് തന്നെയാണ്. ഫോർ ച്യൂവിങ് ഫുഡ്, ഭക്ഷണം ചവയ്ക്കാനാണ് ഏതും യൂസ് ചെയ്യുന്നത്? മോളാറും യൂസ് ചെയ്യുന്നത്. മോളാർ എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞത്? 12 എണ്ണം ഉണ്ട് അല്ലേ? മേലെ 6 താഴെ 6 ആയിട്ട് 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ച്യൂവിങ് ഫുഡ് എന്ന് പറയുന്നതിൽ ച്യൂവിങ് ഫുഡ് ഹാർഡസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ടീത്താണ്. ചവച്ചരച്ച് കഴിക്കാനായത് കൊണ്ട് തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീത്താണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മോളാർ ടീത്ത് അഥവാ ചർവണകം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് മോളാറും സെക്കൻഡ് മോളാറും നമുക്ക് എന്ത് വരും? നമുക്ക് പെട്ടെന്ന് തന്നെ വരും. പക്ഷേ തേർഡ് മോളാർ നമുക്ക് വരുന്ന പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 25 വയസ്സ് വരെയാണ്. ചിലർക്ക് അതിലും കൂടുതൽ കൂടി 30 വയസ്സ് വരെയൊക്കെ പോകാറുണ്ട്. തേർഡ് മോളാർ എന്ന് പറയുന്നത് അതായത് ഏറ്റവും അറ്റത്ത് നമ്മുടെ പല്ലില്ലേ, വായ്ക്കകത്തുള്ള ഏറ്റവും അറ്റത്തുള്ള പല്ല്, അതാണ് നമ്മൾ തേർഡ് മോളാർ എന്ന് പറയുന്നത്. തേർഡ് മോളാറിൻ്റെ മറ്റൊരു പേരാണ് വിസ്ഡം ടൂത്ത് അല്ലെങ്കിൽ വിവേകദന്തം എന്ന് പറയും. വിവേകദന്തം, വിസ്ഡം, വിവേകദന്തം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ മോളാർ 12 ആണുള്ളത്. ചവച്ചരയ്ക്കാനുള്ളതാണ്. ഹാർഡസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആണ്. ഈ തേർഡ് മോളാറിന് നമ്മൾ വിസ്ഡം ടീത്ത് അല്ലെങ്കിൽ വിവേകദന്തം എന്ന് പറയുന്നു. ഇത് അപ്പിയർ ചെയ്യുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഡെൻ്റൽ ഫോർമുല മിസ് ചെയ്തു. ഡെൻ്റൽ ഫോർമുല ഒന്ന് നോക്കുക. നമ്മളപ്പോൾ ഈ പറഞ്ഞ തന്നെയാണ്. നമ്മൾ ഈ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ നമ്മൾ എടുത്ത് പറയുള്ളൂ. ഇൻസിസേഴ്സ് നമ്മൾ എത്ര എണ്ണമാണ് പറഞ്ഞത്? ഉളിപ്പല്ല് നമ്മൾ 8 എണ്ണമാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ മേലെയും 2 എണ്ണം. ഒരു സൈഡിലോട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻസിസേഴ്സ് പറയുക. മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. അതാണ് ഈ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. 2 എണ്ണം വരുന്നത്. മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. അപ്പോൾ ഒരു സൈഡാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. അതാണ് ഇതന്നെയാണ് നമ്മൾ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാനൈൻ എടുത്തു കഴിഞ്ഞാൽ കാനൈൻ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അല്ലേ? അതാണ് ഈ ഒന്ന് എന്ന് പറയുന്നത്. പ്രീമോളാർ എടുത്തു കഴിഞ്ഞാൽ മേലെയും ഒരു സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. അതാണ് ഈ 2 എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മോളാർ എന്ന് പറയുമ്പോൾ മേലെയും 3 എണ്ണം താഴെയും 3 എണ്ണം. അതാണ് ഈ 3 എന്ന് പറയുന്നത്. ഞാൻ വേണമെന്ന് മായ്ച്ചു തരാം, നിങ്ങൾക്ക് ആദ്യം തൊട്ട് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻ്റൽ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. ഇൻസിസർ നമ്മളെപ്പോഴും ഡെൻ്റൽ ഫോർമുല പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ പറയുള്ളൂ. അതായത് ഈ ഹാഫ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാതി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുക. അതാണ് ആദ്യം മനസ്സിലുണ്ടാവേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇൻസിസേഴ്സ് 2 എണ്ണം. ഇൻസിസേഴ്സ് മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. അതാണ് ഈ 2 എന്ന് പറയുന്നത്. ഇനി കാനൈൻ ആണ്. കാനൈൻ എന്ന് പറയുമ്പോൾ മേലെ 1 ഉണ്ട്, താഴെയും എന്തുണ്ട്? 1 ഉണ്ട്. അതാണ് ഈ ഒന്നും പറയുന്നത്. പിന്നെന്താണ്? പിന്നെ പ്രീമോളാർ ഉണ്ട്. പ്രീമോളാർ മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. പ്രീമോളാർ നിങ്ങൾ നോക്കിയേ, മേലെയും 2 എണ്ണം താഴെയും 2 എണ്ണം. അതാണ് ഈ 2 എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മോളാർ 3. ഞാൻ പറഞ്ഞു തന്നപ്പോൾ സൈഡ് മാറിപ്പോയി. പക്ഷേ എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരൊറ്റ സൈഡിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് പറയാറുള്ളൂ? ഡെൻ്റൽ ഫോർമുല പറയാറുള്ളൂ. അപ്പോൾ ബാക്കി കാര്യമെല്ലാം എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇനി വേണ്ടത് എനിക്കൊരു ചെറിയ കറക്ഷൻ നടത്താറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വരുത്തിയ ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ DPT വാക്സിനെ പറ്റി സംസാരിച്ചിരുന്നു. ഞാനിവിടെ പറഞ്ഞ ഡിഫ്തീരിയ, പെർട്യൂസിസ്, ട്യൂബർകുലോസിസ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ടി വന്നപ്പോൾ ഞാൻ എങ്ങനെയോ അറിയാതെ ടൈപ്പ് ചെയ്ത് പോയി. അതുതന്നെ ഞാൻ ക്ലാസ്സിലും പറഞ്ഞു. ട്യൂബർകുലോസിസിന് കൊടുക്കുന്നത് BCG വാക്സിനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. DPT എന്തിനുള്ളതാണ്? ടെറ്റനസ് വാക്സിനാണ് ഏതെന്ന് പറയുന്നത്? DPT എന്ന് പറയുന്നത്. ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് എന്നീ പറയുന്ന 3 അസുഖങ്ങൾക്ക് ട്രിപ്പിൾ വാക്സിനായിട്ട് അറിയപ്പെടുന്ന DPT വാക്സിൻ ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് ആണ്. ഏതല്ല? ട്യൂബർകുലോസിസ് അല്ല. അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. വെരി സോറി, ഞാൻ എങ്ങനെയോ അറിയാതെ പറ്റിപ്പോയതാണ്. ഇട്ടതും അതാണ്, അങ്ങനെ അത് പറഞ്ഞും പോയി. വെരി സോറി. അതൊന്ന് കറക്റ്റ് ചെയ്യുക. ആരും കറക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ ഇന്നലെ തന്നെ ആ പോസ്റ്റുകൾ ഇട്ടിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ അവിടെ വരുന്നത്. ക്ലാസ്സിന് മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ഇടുന്നത്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിൽ പുതിയ ക്ലാസ്സസ് ഇടുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും എല്ലാം അവിടെ തന്നെയാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ അക്കാഡമീസ് നമ്മുടെ പേര് തന്നെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പല്ലുകളെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. പല്ലുകളെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു. നമുക്കിനി വൈറ്റമിൻസിനെ പറ്റിയെല്ലാം അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.